നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് VSന്റെ മൃതദേഹം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ എത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും CPM നേതാക്കളും ദർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി വരെ ഇവിടെ പൊതുദർശനം തുടരും. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് ജനപ്രവാഹമാണ്. VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ നേതാക്കളും എത്തുന്നുണ്ട്. ദർബാർ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഇതിനിടയിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ പൊതുദർശനമുണ്ടാകും. ഇന്ന് രാത്രി 9 മണിയോടെ പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മണി മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 10 മണി മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. പുന്നപ്ര വയലാർ സമരസേനാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ വൈകിട്ട് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും. VSന്റെ മരണത്തിൽ അനുശോചിച്ച് സിനിമാ ലോകവും. നിലപാടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പോലും ഹൃദയത്തിലിടം നേടിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPMന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ രംഗത്തെ പ്രമുഖരും കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ബിജു മേനോൻ, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ഇർഷാദ്, പ്രിയനന്ദനൻ തുടങ്ങി താരങ്ങളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയ നേതാവിന് അനുശോചനം അർപ്പിച്ചത്. പ്രിയ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ എന്ന് മമ്മൂട്ടി കുറിച്ചപ്പോൾ ജീവിതം സമരമാക്കിയ നേതാവിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാലിന്റെ അനുശോചനക്കുറിപ്പിലുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്കു വേണ്ടി VS എടുത്ത നിലപാടുകളെ സ്മരിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ കുറിപ്പ്. കേരളത്തിനും ഇന്ത്യക്കും യഥാർത്ഥ നേതാവിനെ നഷ്ടമായെന്നാണ് ഉലകനായകൻ കമൽഹാസൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആന മറ്റൊരാനയെ കുത്തി. കൊമ്പൻ വിഷ്ണുവാണ് നീരിൽ കഴിയുന്ന ഗോപികൃഷ്ണനെ കുത്തിയത്. ഇന്നു രാവിലെ 9:30 സംഭവം നടന്നത്. മദപ്പാടിൽ തളച്ചിട്ടിരിക്കുന്ന കൊമ്പൻ ഗോപികൃഷ്ണന്റെ സമീപത്തേക്ക് പനമ്പട്ട എത്തിക്കുവാൻ നിയോഗിച്ച വിഷ്ണു പ്രകോപിതനായി ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. പാപ്പാന്മാർ ഇടപെട്ടതോടെ ആന ശാന്തനായി. പരിക്ക് സാരമുള്ളതല്ലെന്ന് ആനത്താവളം അധികൃതർ അറിയിച്ചു. മുമ്പ് ആനത്താവളത്തിലെ ആനപ്രതിമ വിഷ്ണു തകർത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും ആദരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് GK പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗുരുവായൂരിൽ നാമസങ്കീർത്തനത്തിന് നേതൃത്വം നൽകിയ GV രാമനാഥ അയ്യർ, മാസ്റ്റർ ഓഫ് സർജറി ENT സംസ്ഥാന പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ ഡോക്ടർ കൃഷ്ണ M. മേനോൻ, ഡോക്ടർ TV അഞ്ജന SSLC, +2 പരീക്ഷകളിലെ വിജയികളെയും അനുമോദിച്ചു. സെക്രട്ടറി PA സജീവൻ, ട്രഷറർ മുരളീധര കൈമൾ, വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K. മുരളീധരൻ, സദാനന്ദൻ താമരശ്ശേരി, മോഹൻദാസ് ചേലനാട്ട് എന്നിവർ സംസാരിച്ചു. P. ശശിധരൻ, ശൈലജ കേശവൻ, ലതിക പുല്ലാട്ട്, ബിന്ദുദാസ്, K. ഗോവിന്ദദാസ്, P. രാമചന്ദ്രൻ, OK നാരായണൻ നായർ, ബാബു വെട്ടിലായിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ 20% പ്രദേശവാസികൾക്ക് അനുവദിക്കണമെന്നും മാറിവരുന്ന സർക്കാരുകളുടെ നാമനിർദ്ദേശം ചെയ്തുവരുന്ന മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് പ്രാദേശികവാസികളിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും പ്രമേയത്തിൽ പാസാക്കി. എരുമപ്പെട്ടി പഞ്ചായത്ത് മങ്ങാട് ചാത്തംകുളം റോഡ് വാർഡിൽ മഹിളാ കോൺഗ്രസ് സംഗമവും ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് T. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സാൻഡി മനോജ് അധ്യക്ഷയായി. ശാസ്ത്രവേദി ജില്ലാ സെക്രട്ടറി അരുൺ കരിപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബാബു ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സാൻഡി മനോജിനെയും ജനറൽ സെക്രട്ടറിയായി ജൂഡിയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് 100ഓളം വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. വിരമിച്ച ജീവനക്കാർക്ക് മെഡിസിപ്പ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എളവള്ളി യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും പദ്ധതി നടപ്പിലാക്കുക. ചികിത്സയ്ക്കും മുറികൾക്കും ആവശ്യമായ തുക എല്ലാ ആശുപത്രികളിലും ഏകീകരിക്കുക. അമിത ചാർജ് ഈടാക്കുന്നത് തടയുക എന്നീ അപാകതകളാണ് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടിയത്. കൺവെൻഷൻ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AK ദേവദാസൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ്, സെക്രട്ടറി KP ജോസഫ്, ട്രഷറർ VP പാപ്പച്ചൻ, ജില്ലാ കമ്മിറ്റി അംഗം KS പരമേശ്വരൻ,
വനിതാവേദി കൺവീനർ VM ഗീത, സാംസ്കാരിക വേദി കൺവീനർ കാതറിൻ ആന്റോ, യൂണിറ്റ് സെക്രട്ടറി PS മോളി, ജോജോ V ആന്റണി, MA രാമദാസൻ, KK ഇന്ദിര എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് ലഭിച്ച പെൻഷനേഴ്സ് കുടുംബാംഗമായ ജിബി ജോസിനെ കൺവെൻഷനിൽ ആദരിച്ചു. സംഘടനയിലേക്ക് അംഗത്വമെടുത്ത നവാഗതർക്ക് സ്വീകരണവുമുണ്ടായിരുന്നു. മന്നലാംകുന്ന് GFUP സ്കൂളിൽ PTA വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് VH റബിയത്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ സജീവൻ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മറിയം ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത്, മുഹമ്മദ് ഫാസിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PTA പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന്, ജിസ്ന ലത്തീഫ് വൈസ് പ്രസിഡന്റ്, റസിയ ഫിറോസ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് ഒരുക്കങ്ങളായി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്ര മേൽശാന്തി അനിൽ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിൽ മോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 100 കണക്കിന് പേർ എത്തിച്ചേരുന്ന തർപ്പണ ചടങ്ങ് 8 മണിവരെ നീണ്ടു നിൽക്കും. തുടർന്ന് സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപ്പായസം നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടാകും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധകഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിലുണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി, മാതൃസമിതി എന്നിവർ നേതൃത്വം നൽകും. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 24 പുലർച്ചെ 2:30 പഞ്ചവടി വാക്കടപ്പുറത്ത് പണ്ഡിത ശ്രേഷ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബലിചടങ്ങുകൾ നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അജൈവ മാലിന്യങ്ങളിൽ നിന്നും ലഭിച്ച സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകി പുന്നയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകയായി. അജൈവ മാലിന്യ ശേഖരണത്തിനിടയിൽ ചാക്കിൽ നിന്നാണ് സൗദാബി, ഹാജറ എന്നിവർക്ക് സ്വർണ്ണാഭരണം ലഭിച്ചത്. ഉടനെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും വാർഡ് 20 താമസിക്കുന്ന മൂത്തേടത്ത് ഷിഹാബുദ്ദീന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യത്തിൽ നിന്നാണ് സ്വർണ്ണാഭരണം കണ്ടെത്തിയത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകി. മുൻ മുഖ്യമന്ത്രിയും CPIM സ്ഥാപിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാന വ്യക്തിയുമായ VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി CPMന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മൗനജാഥ നടത്തി. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് നടന്ന മൗനജാഥയ്ക്ക് ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, TT ശിവദാസൻ, AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഇമ്പച്ചി ബാബ സ്മാരക മന്ദിരത്തിൽ നിന്നും തുടങ്ങിയ ജാഥ നഗരം ചുറ്റി സമാപിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നടന്ന മൗനജാഥയ്ക്ക് PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, CF രാജൻ, ലതി വേണുഗോപാൽ, PK രമേശ് എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ സെന്ററിൽ നടന്ന ജാഥയ്ക്ക് MP പ്രവീൺ, M പീതാംബരൻ, TP റാഫേൽ, CD വാസുദേവൻ, TA ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ രാമപുരം 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീല മണ്ഡൽ വസതിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. വാർഡ് പ്രസിഡന്റ് അലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, SSLC, +2 വിജയം വരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് എന്നിവർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, പ്രമീള രാജൻ, ശ്രാവൺ, ധന്യ മണികണ്ഠൻ, ഉദയ ശങ്കർ, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. 142 വർഷങ്ങളിലധികം പഴക്കമുള്ള ഒരുമനയൂർ മാങ്ങോട്ട് AUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മഹാസംഗമം സംഘടിപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് ഹാളിൽ നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഷമി ഖാദർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് രാമകൃഷ്ണ മേനോൻ മുഖ്യാതിഥിയായിരുന്നു. മാനേജ്മെന്റ് അംഗങ്ങളായ രമണി, ദേവി, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, പൂർവ്വാധ്യാപകരായ നസീമ, വിൻസെന്റ്, ലക്ഷ്മിഭായി, ശാന്ത, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ശശികുമാർ, സൈനബ് ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രമുഖരായ സുധീർ, തകിൽ വിദ്വാൻ ഭാസ്കരൻ, നൃത്താധ്യാപകൻ സുനിൽ, ഗായിക റൈഹാന മുത്തു, ബോഡി ബിൽഡിംഗിൽ സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് സാബിത് ഷഹീർ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ കബീർ അമ്പലത്തുവീട്ടിൽ, വൈസ് ചെയർമാൻമാരായ ലിയാഖത്ത്, ഷാജഹാൻ, പ്രസിഡന്റ് ഹൈദ്രോസ്, വൈസ് കൺവീനർ ജസീന കരീം, മറ്റംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
ഹിന്ദു ഐക്യവേദിയും ഗുരുവായൂരപ്പൻ യോഗ നിലയവും സംയുക്തമായി കർക്കിടക ആത്മീയ ആരോഗ്യ സദസ്സും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KV നിർമ്മലൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ഹേമാംബിക ശങ്കരി മുഖ്യപ്രഭാഷണം നടത്തി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടന്നു. തൃശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുതിർന്ന സ്വാമിയും പ്രബുദ്ധ കേരള മാസികയുടെ പത്രാധിപരുമായ സ്വാമി നന്ദാത്മജാനന്ദ ജിയാണ് പ്രഭാഷകൻ. പ്രഭാഷണത്തിനു ശേഷം ഔഷധക്കഞ്ഞി വിതരണവുമുണ്ടായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, ട്രഷറർ VK രമാഭായി, KK രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9240 രൂപ, പവന് 73,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം. തിരുമിറ്റക്കോട് തെക്കൂട്ട് രാമൻകുട്ടി നിര്യാതനായി. 79 വയസ്സായിരുന്നു. CPM തിരുമിറ്റക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മുൻ ഏരിയ കമ്മിറ്റി അംഗം, ഒറ്റപ്പാലം താലൂക്ക് കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ, തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചാഴിയാട്ടിരി UP സ്കൂൾ ജീവനക്കാരനുമായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ചാഴിയാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. കമല ടീച്ചറാണ് ഭാര്യ. ജയശ്രീ, രത്നകുമാർ, രാജശ്രീ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.